ഹായ്. 2026 എന്ന് പറയുന്ന വർഷം എന്ന് പറഞ്ഞാൽ കുറേ അധികം ഹാർട്ട് ബ്രേക്സിൻ്റെയും ബ്രേക്കപ്സിൻ്റെ വർഷമായിരുന്നു അല്ലേ? സോ അതിൽ റിക്കവർ ആവാൻ പറ്റിയവരും ഉണ്ട്, റിക്കവർ ആവാൻ പറ്റാതെ സ്റ്റിൽ സ്റ്റക്കായി നിൽക്കുന്നവരും ഉണ്ട്. അങ്ങനെയുള്ളവർ ചെയ്യുന്ന ഒരു കാര്യമാണ് സെൽഫ് ബ്ലെയിമിങ്ങും ഓവർ തിങ്കിങ്ങും. അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, പക്ഷെ സ്റ്റിൽ നിങ്ങൾ അത് തന്നെ ചെയ്യും. കാരണം എന്താ? അതിൽ ഇമോഷൻസ് ഉണ്ട്. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കരച്ചിൽ വന്നാൽ കരഞ്ഞങ്ങ് തീർക്കുക. അപ്പം കരയുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിന്റെ ലെവൽ അങ്ങ് കുറയും. നമുക്ക് കുറേ ആശ്വാസം കിട്ടും. പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ വിശ്വസ്തരായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഓപ്പണായി പറയാം നമ്മുടെ പ്രശ്നം. അതും അല്ലെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്താ? ഇതൊന്നും പറ്റില്ല, എനിക്ക് സെൽഫായിട്ട് തന്നെ റിക്കവർ ആവണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുക്ക് വായിക്കാൻ പറ്റും. അങ്ങനെ സെൽഫ് ഹെൽപ്പായിട്ടുള്ള കുറച്ച് ബുക്ക് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഫസ്റ്റ് ബുക്കാണ് ശുഭം കുമാർ സിംഗിൻ്റെ ദ ആർട്ട് ഓഫ് ഡിറ്റാച്ച്മെൻറ്റ്. ഈ ഒരു ബുക്കിൽ അറ്റാച്ച്മെൻറ്റ് എന്താണ്, മൈൻഡ്ഫുൾനെസ് എന്താണ്, നമുക്ക് എങ്ങനെ നമ്മുടെ മനസ്സിനുള്ളിൽ കാംനെസ് കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. സോ ഈ ഒരു ബുക്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 വരികൾ പറയാം. ലെറ്റിംഗ് ഗോ ഈസ് നോട്ട് എ വീക്ക്നെസ്, ആക്ച്വലി ഇറ്റ് ഈസ് ദ സ്ട്രെങ്ത്. അതായത് വിട്ട് കളയാന്നുള്ളത് ഒരിക്കലും നമ്മുടെ വീക്ക്നെസ് അല്ല, അത് നമ്മുടെ സ്ട്രെങ്ത് ആണ്. പിന്നെ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ ഒരിക്കലും വറി ആവരുതെന്ന്. എന്ന് വെച്ചാൽ മറ്റൊരാളുടെ ഇമോഷൻ എന്ന് പറയുന്നത് അവരുടെ കൺട്രോളിലുള്ള കാര്യമാണ്. അതിനെ ആലോചിച്ച് നമ്മൾ വറി ചെയ്തിട്ട് കാര്യമില്ല. അവരുടെ പെരുമാറ്റമല്ല അവരുടെ കയ്യിലാണ്. സോ ഇത് നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് വായിക്കുക. വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഞാനിത് വാങ്ങിയത് മീഷോന്നാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. ഇനി അടുത്തൊരു ബുക്കാണ് രവി സരോജിൻ്റെ മാസ്റ്റർ യുവർ മൈൻഡ് സെറ്റ്. ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ ഇതും ഞാൻ മീഷോന്നാണ് വാങ്ങിയത്. ഈ ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്താ? കുറേ ബുക്കുകൾ ആ ഒരു ഓതർ റെഫർ ചെയ്തിട്ട് അതിൽ നിന്ന് അദ്ദേഹം കുറേ കാര്യങ്ങൾ ഉൾക്കൊണ്ട് എഴുതിയൊരു ബുക്കാണ്. സോ ഇതിനകത്ത് നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു ബുക്ക് വായന എങ്ങനെ നമ്മൾ കൊണ്ടുപോകണം എന്നും പറയുന്ന കാര്യങ്ങളുണ്ട്. ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 10 പേജെങ്കിലും വായിക്കുക. അങ്ങനെ ഡെയിലി വായിച്ച് അത് നമ്മുടെ ഒരു ശീലമായി മാറും. അങ്ങനെയാണ് ഈ ഒരു ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനിയും വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.